ഹായ് സുഹൃത്തുക്കളെ, ഞാനേ കുറച്ച് പച്ചക്കറി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഇത് കൂടുതൽ സ്ഥലമൊന്നുമില്ല, ഇത് നമ്മുടെ സ്ഥലം തന്നെയാണ്. കൂടുതലൊന്നുമില്ല, ഒരു 5-6 സെൻറ്റ് സ്ഥലമുള്ളൂ. അപ്പോൾ അതിൽ നമ്മുടെ വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമുള്ള പച്ചക്കറികളുണ്ടോ അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, തുടക്കം കുറിച്ചിട്ടുണ്ട്. പയറ്, അതേമാതിരി ബീൻസ്, അമരക്ക, ഇതൊക്കെ നമ്മൾ പന്തലായിട്ട് ഇട്ടിട്ട് അത്യാവശ്യം കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൂവൊക്കെ ഇട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ പല വിത്തുകളും മേടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് കുറേയൊക്കെ പാകിയിട്ടുണ്ട്, ചീര അത് ഇതൊക്കെ. പിന്നെ ചിലതൊക്കെ നമ്മൾ മുളപ്പിക്കുന്നുണ്ട്, വിത്ത് ട്രെയിലാണ് മുളപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ നമ്മൾ കാണിച്ചു തരും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൂടുതലൊന്നുമില്ല, നമ്മൾ ചെറിയ രീതിയിലൊക്കെ ചെയ്താണ്. പന്തൽ നമ്മൾ കൂടുതലൊന്നുമില്ല, കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഒരു ഭാഗം പന്തലായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ഇതൊക്കെ ബീൻസാണ്. ബീൻസൊക്കെ ആയി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ പൂവിട്ട് കായൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബീൻസ് ആയി തുടങ്ങിയാൽ നല്ലോണം കായ്ക്കും കേട്ടോ. പെട്ടെന്ന് കായ് പിടിക്കണ ഒരു ചെടിയാണിത്. പിന്നെ നമ്മൾ ആ ഭാഗത്ത് പയറ്, അതുപോലെ പിന്നെ അമരക്കയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഈ ഭാഗം മൊത്തം ഇങ്ങോട്ട് ഈ സൈഡ് ബീൻസാണ്. കണ്ടില്ലേ, ഒക്കെ നമ്മൾ പൂവ് ആയി വരുന്നുണ്ട്, കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് പയറാണ്. പിന്നെ നമ്മൾ മത്തന് ഒക്കെ ഈ ഭാഗത്തേക്ക് വിട്ടണം കേട്ടോ. അത് നമ്മൾ പന്തലുമ കയറ്റിയിട്ടില്ല. ഈ സൈഡിലേക്ക് ഇങ്ങോട്ടേ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് പന്തലിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ ഭാഗത്തേക്ക് നട്ടതാണ്. പിന്നെ പയറ് ഒക്കെ പൂവിട്ടിട്ടുണ്ട്, കായ് ഇങ്ങനെ ചെറുതായിട്ട് ആയി വരുന്നുണ്ട്. കണ്ടോ, ഇത് കണ്ടില്ലേ. പിന്നെ നമ്മൾ ഇടവേളായിട്ട് ചീര നട്ടിട്ടുണ്ട് കേട്ടോ. ചീരയൊക്കെ ഇപ്പോൾ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു, ആവശ്യത്തിനുള്ള പറിച്ചിട്ടേ. നമ്മൾ രണ്ടാമത് വിത്ത് അവിടെ കുറച്ച് ഭാഗത്ത് നമ്മൾ പാകിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ബീൻസ് ഇവിടെ ഉണ്ട് കേട്ടോ, കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ബീൻസൊക്കെ കായ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ കായാണ്. പിന്നെ അമരക്ക പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. പയറൊക്കെ ചെറിയ കായ് ആയിട്ടുള്ളൂ, നമ്മൾക്കിത് വീഡിയോയിലൊന്നും കാണുന്ന രൂപത്തിലായിട്ടില്ല. പിന്നെ മത്തനൊക്കെ നമ്മൾ ഈ സൈഡിലേക്ക് വിട്ടുകയാണ്. എല്ലാം പാടെ ഒരു പന്തലിൽ കയറ്റി വിട്ടാൽ ശരിയാവില്ല, ചെറിയ പന്തലല്ലേ. കണ്ടോ, ചെറിയ പന്തൽ എല്ലാതും ഒന്നും കയറ്റി വിട്ടാൽ നമുക്ക് കായ് ശരിയായി കിട്ടൂല. പിന്നെ മുളക് നട്ടിട്ടുണ്ട് കേട്ടോ. മുളകാണിത്, മുളക് കായ് ആയിട്ടുണ്ട്. കണ്ടോ, മുളകൊക്കെ കായ് ആയിട്ടുണ്ട്. അല്ലേ, മുളകൊക്കെ നന്നായിട്ട് കായ്ക്കൂട്ടോ. നമ്മളെ കുറച്ചുള്ളൂ, കൂടുതലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ഈ കാണുന്നത് പിന്നെ ക്യാബേജാണ്. കണ്ടോ, ഇത് ക്യാബേജാണ്. ക്യാബേജ് നമ്മൾ ഒരു പരീക്ഷണം അത് നമ്മൾ ചെയ്തിട്ടില്ല, ഇതുവരെയായിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല, നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡ് മൊത്തം, ഈ കാണുന്ന ഭാഗം മൊത്തം പിന്നെ അത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ക്യാബേജ്, കോളിഫ്ലവർ പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണം. വീട്ടിലേക്കുള്ളതാകുമ്പോൾ
നമുക്കെല്ലാം ചെയ്ത് നോക്കാമല്ലോ. പിന്നെ മത്തന്, പിന്നെ ഇത് കപ്പയാണ് കേട്ടോ, കപ്പ നട്ടതാണ്, ആ ഭാഗത്തും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഈ സൈഡിലുള്ള ഇത് നമ്മളെ ചോളാണ്. ചോളൊക്കെ ലേശം ചെയ്തിട്ടുള്ളൂ, നമ്മൾ കുറച്ച് കൂടുതൽ ചെയ്യുന്നുണ്ട്. പിന്നെ മുളകൊക്കെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് കേട്ടോ, വേണ്ടോ, നന്നായിട്ട് കായുണ്ട്. മുളക് പറിച്ചിട്ടില്ല ഇതുവരെയായിട്ട്, പറിക്കാനായതുണ്ട് ചിലതൊക്കെ, വേണ്ടോ. പിന്നെ ആ ഭാഗത്തായിട്ട് നമ്മൾ ചീര പാകിയിട്ടുണ്ട്, ഒക്കെ മുളക്കണുള്ളൂ. ഈ ഭാഗത്തൊക്കെ നമ്മൾ പൂള, പിന്നെ ഇത് ചിരങ്ങൻ്റെ തൈയാണ്. പിന്നെ ഇത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ. പിന്നെ ഇനി നമ്മൾ കുറച്ച് വിത്തുകളൊക്കെ പിന്നെ വരുത്തിയിട്ടുണ്ട്, ഓൺലൈനിൽ നിന്ന് വരുത്തിയിട്ടുണ്ട്. പിന്നെ ഒന്ന് മാർക്കറ്റിൽ നിന്ന് കുറച്ച് മേടിച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്ന് ഈ ഭാഗത്തു നിന്ന് മേടിച്ചതൊന്നും മുളക്കണില്ല, എന്തോ പഴകിയ വിത്താതെ ഒരു തന്നിക്കണമുണ്ട്, ഒന്നും ശരിക്കും മുളക്കണില്ല. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നല്ല വരുത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ പിന്നെ കേരളത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. എന്തായാലും അത് നമ്മൾ മുളപ്പിക്കാനേ, അത് ട്രെയിലാണ് ഇട്ടിരിക്കുന്നത്, അത് മുളപ്പിച്ച് ഇവിടെ കൊടുന്ന് നടാമെന്നുള്ള തീരുമാനത്തിൽ. പിന്നെ ഇത് കണ്ടങ്ങൾ നമ്മൾ ചെറിയൊരു രീതിയിലേ, ഇത് മറ്റേ ക്യാരറ്റാണിത്. ക്യാരറ്റ് ഞാൻ പാകിയിട്ടുള്ളൂ, മുളക്കും എന്തൊന്നും അറിയില്ല. നമ്മൾ ചെറിയൊരു ബഡ് എടുത്തിട്ട് അതിന് പാകിയിട്ടുണ്ട്. അത് മുളക്കുമെന്നില്ല, എന്തോ ഒരു ഐഡിയ അല്ല, ചെയ്ത് നോക്കുക, ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. അപ്പം ഞാൻ കൂടുതൽ ഇത് ചെയ്യുമ്പോൾ ഞാനിത് വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാം. പിന്നെ ഇവിടെ വല കെട്ടിക്കേട്ടോ, മൊത്തത്തിൽ വല കെട്ടണം, അല്ലെങ്കിൽ ഭയങ്കര കോഴിക്കളും ഈ കന്ന്, ആട്, കോഴി ഒക്കെ ആയിട്ട് ഭയങ്കര ശല്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വെള്ളം നനക്കണതേ, കണ്ടോ, വെള്ളം നനക്കണത് ഇതാണ് കേട്ടോ. ഇവിടെ വെള്ളത്തിൻ്റെ നനക്കാനുള്ള സൗകര്യം അതാണ്. ഇവിടെ അടുത്ത് തന്നെ, ഇതിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് തന്നെ ചെറിയൊരു കൈത്തോട്. ഇത് ഏത് കാലത്തും പറ്റാത്തൊരു തോടാണ്, ചെറിയ തോടാണെങ്കിലും കൈത്തോടാണ്. ഇത് നമ്മൾ ചോലവെള്ളം, ഈ മലമ്മന്ന് വരുന്ന ചോലയാണ്. ഈ ഭാഗത്തിലെല്ലാവരും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ സൈഡിലുള്ള മൊത്തം കൃഷിക്കാരും ഈ വെള്ളമാണ് ആശ്രയിക്കുന്നത്. ഇത് പറ്റൂല, വേനൽക്കാലത്തായാലും പറ്റൂല, അത്രയും പിന്നെ തെളിഞ്ഞ വെള്ളമായിട്ട് വരും. ഇത് തോടാണ് കേട്ടോ, തോട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. പക്ഷേ തോട് എന്ന് പറയാനില്ല, ചെറിയ കൈത്തോടാണ്. പിന്നെ നമ്മളെ കൃഷി സ്ഥലം നമ്മളിങ്ങനെ നനക്കാൻ ഇവിടുന്ന് എടുത്തുമ്പോൾ നനച്ചാൽ മതി. ആണോ, അപ്പോൾ ഞാനിനി കൂടുതൽ ചെയ്യുമ്പോൾ, കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ കാഴ്ചകൾ ഞാൻ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങളൊന്ന് ഇത് ഫോളോ ചെയ്യാൻ കേട്ടോ.
അപ്പോൾ സുഹൃത്തുക്കളെ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ചെറിയ വീഡിയോ ആണ്, നമ്മളിത് കൃഷി തുടങ്ങിയിട്ടുള്ളല്ലോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകളും നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. നമ്മളിത് ചെറിയ വീഡിയോ ആണ്, എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.